ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ മാറി മാറി അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ BDJS ഇപ്പോൾ NDAയിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു. BDJS എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മയിലെത്തുന്ന രൂപം വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ പിന്നിൽ. മുമ്പിൽ നിൽക്കുന്നത് മകൻ തുഷാർ വെള്ളാപ്പള്ളി ആണെങ്കിലും അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒറിജിനൽ വെള്ളാപ്പള്ളി തന്നെയാണ്. വെള്ളാപ്പള്ളി തന്നെയാണ് ഇപ്പോഴും പറയുന്നത് NDAയിൽ നിന്നിട്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. നോക്കണേ, തെരഞ്ഞെടുപ്പ് സമയം ആണ്. അപ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങനെ പലതും പറയും. അത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. NDAയിൽ നിന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് LDFിലാണെങ്കിൽ നോക്ക്, LDFിനോടൊപ്പം നിൽക്കുന്നവർക്ക് അവരെ MLA ആക്കും, MP ആക്കും, പിന്നെ കോർപ്പറേഷൻ ബോർഡിൻ്റെ പലതിൻ്റെയും സ്ഥാനത്ത് കൊണ്ടുവരും. അങ്ങനെ വേണ്ട തരത്തിൽ പരിഗണിക്കുമെന്നാണ് പറയുന്നത്. ശരിയാണ്, പാർട്ടി വിട്ടുവരുന്നവർക്ക് ഒക്കെ ഓരോരോ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കും. കോൺഗ്രസ് വിട്ടു വന്ന PS പ്രശാന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയില്ലേ. ഇനി അവരെല്ലാവരും കൂടെ ചേർന്ന് ജയിലിലേക്ക് അയക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. അപ്പോൾ എല്ലാ തരത്തിലും സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കും. NDAയിൽ നിന്നിട്ട് BDJSന് ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, BDJSന് BJP അർഹമായ പരിഗണന ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാൾ. ഇപ്പൊ നോക്കണം, BDJS രൂപീകൃതമാകുന്നത് 2015-ലാണ്. ഇത് 2025-ആയി. വർഷം 10 പിന്നിടുകയാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ വന്നു പോയി. വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. തുഷാർ വെള്ളാപ്പള്ളിയെ മാന്യമായ രീതിയിൽ തന്നെ പരിഗണിക്കാവുന്നതായിരുന്നു. ഒരു രാജ്യസഭാ MP സ്ഥാനമൊക്കെ കൊടുത്ത് ഒരു സഹമന്ത്രി സ്ഥാനം കൊടുത്തിരുന്നുവെങ്കിൽ BDJS NDAയ്ക്കൊരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ നിൽക്കും. കേരളത്തിലെ മുഴുവൻ ഈഴവരുടെയും വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു കേരള യാത്രയ്ക്ക് പിന്നാലെയാണ് ഈ BDJS 2015 രൂപീകൃതമാകുന്നത്. ഈ BDJS വന്നതിന് ശേഷം അവർ NDAയിൽ നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ അവർ മത്സരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ UDFന് പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്, നാട്ടിക പോലുള്ള ഇടങ്ങളിലൊക്കെ. അപ്പോൾ അവരുടെ വോട്ട് ഇവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. BDJS അപ്പോൾ ഒരു നിർണായക ശക്തി തന്നെയാണ്. നായാടി മുതൽ നമ്പൂരി വരെ എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെയാണ്. വലിയ രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു വന്നതാണ് ഈ BDJS എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ പറയുന്നത് LDFിനോടൊപ്പം പോകണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഈഴവ സമുദായത്തിലുള്ളവരൊക്കെ തന്നെ LDFിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് CPMന്റെ തന്നെ കണക്ക്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും BJPയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് ശരിയാണ്. കാരണം ഈഴവ വിഭാഗത്തിൽ നല്ല പങ്കും CPMലാണ്. ഈ ഈഴവ വിഭാഗത്തിലുള്ളവരൊക്കെ തന്നെ യഥാർത്ഥ ശബരിമല ഭക്തരുമാണ്, വിശ്വാസികളുമാണ്. ശബരിമലയോടെ തൊട്ടുകളിക്കാൻ പോയതിന് CPMന് ഈഴവ വിഭാഗത്തിലുള്ളവർ മറുപടിയും കൊടുത്തുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ LDFിനോടൊപ്പം പോകണമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. വെള്ളാപ്പള്ളിയും ആ തരത്തിലാണ് വർത്തമാനം പറയുന്നത്. LDFിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവർ MLA ആക്കും, MP ആക്കും, കോർപ്പറേഷൻ ബോർഡ് സ്ഥാനം കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് BDJSന് കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞുവോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ചലനം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണോ NDA വേണ്ട തരത്തിൽ പരിഗണിക്കാതിരുന്നത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അത് വിട്ടുപോകാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. BJP കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി
മാറാൻ പോവുകയാണ്. ആ വേളയിൽ ഈ BDJS പോലുള്ള ഒരു പാർട്ടി കൂടെ ഇല്ലാതാകുന്നത് BJPക്ക് വലിയ അപകടം ഉണ്ടാക്കി വെക്കും, വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ CK ജാനു BJPയോടൊപ്പം ഉണ്ടായിരുന്നത്, എന്തുകൊണ്ട് CK ജാനു പോയി? ഇതൊക്കെ പരിഗണിക്കേണ്ടതായ കാര്യമാണ്. CK ജാനു ഒരു നിസ്സാരപ്പെട്ട ആളല്ല. പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ തന്നെ ഒരു ആദിവാസി സമുദായത്തിനിടയിൽ വലിയ ഒരു സ്ഥാനവും ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് CK ജാനു. ആ CK ജാനുവിനൊക്കെ അർഹമായ പരിഗണന തന്നെ കൊടുക്കേണ്ടതാണ്. ഇതെന്തുകൊണ്ട് ഇത്തരത്തില് ഈ NDAയിൽ നിന്നിട്ടുള്ള ഈ ഘടകകക്ഷികൾക്ക് പരിഗണന കിട്ടാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് കേരളത്തിൽ നിന്ന് വേണ്ട തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാനായിട്ട് ഇവർ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ, കാരണം ഇവിടുത്തെ കേരളത്തിലെ BJPക്കാര് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് സംതൃപ്തരാകുന്നില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഉള്ള ഒരു സമയത്ത് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ BDJS മുന്നണി വിടാൻ പാടില്ല, അവരെ ചേർത്ത് നിർത്തണം. CK ജാനു പോയത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. CK ജാനുവിനെ നിർത്തണമായിരുന്നു, പ്രാതിനിധ്യം കൊടുക്കണമായിരുന്നു. ഇവിടെയും BDJS ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഒരുപക്ഷെ ബാർഗെയിൻ ചെയ്യുകയാണെന്ന് തന്നെ പറയാം. ഈ വെള്ളാപ്പള്ളിയുടെ സ്വഭാവം അനുസരിച്ച് ബാർഗെയിനിങ് ആണ്. വെള്ളാപ്പള്ളി തന്നെ പറയുന്നുണ്ടല്ലോ, UDFനകത്ത് ഈഴവരില്ല, ഈഴവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. എത്ര MLA-മാരുണ്ട്? തൃപ്പൂണിത്തുറയിൽ ഒരു MLA ബാബു, ഇനിയിപ്പം ബാബു മത്സര രംഗത്തേക്ക് വരില്ല, മാറി നിൽക്കും. പിന്നെ ആർക്ക് കൊടുക്കും? അപ്പോൾ ഈഴവ വിഭാഗത്തെ അങ്ങേയറ്റം ഒന്നായി തീരുകയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി LDFനോടൊപ്പം ചേർത്ത് നിർത്താൻ കാരണം. ഈ ഭരണം ആ തരത്തിലേക്ക് കൊണ്ടുവരണം, മൂന്നാം വട്ടവും LDFനെ ഭരണത്തിലേക്ക് എത്തിക്കണം എന്ന് വെള്ളാപ്പള്ളിക്കും മോഹമുണ്ട്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആള് പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കഥയ്ക്കനുസൃതമായിട്ട് കാര്യങ്ങൾ അഭിനയിച്ച് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളിയുടെ നീക്കത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം വീക്ഷിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം BDJSന് ഇത്തരത്തിലുള്ള ഒരു വിലപേശൽ നടത്തിയാൽ എന്തായാലും ഈ BJPയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നൊക്കെ പറയുന്നവർ ഈ കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കും എന്നുള്ളത് ഉറപ്പാണ്. BDJS എന്തായാലും ഒരു നിർണായക ശക്തി തന്നെയാണ്. അതിനെ വേണ്ട തരത്തിൽ കേരള BJP ഘടകം ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.